ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഫോയർ മേക്ക് ഓവർ വീഡിയോ ആണ് ക്രിസ്മസിന് വേണ്ടിയുള്ള. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാക്ടേഴ്സ്. ഞാൻ നേരത്തെ ഓട്ടം സീസണിൻ്റെ ഒരു റീത്ത് നമ്മുടെ ഡോർ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് സമ്മറിൽ ഞാൻ ഹാങ് ചെയ്തൊരു റീത്താണ് ഈ ഫ്ലവേഴ്സൊക്കെ ഉള്ള വെച്ചിട്ടുള്ള ഒരെണ്ണം. അപ്പം ഞാൻ അതിന് ചെറിയൊരു മേക്ക് ഓവർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ക്രിസ്മസ് റീത്തായിട്ട് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇത് ഞാൻ ഹാലോവിൻ ടൈമിൽ എൻ്റെ ഫോർ ഞാനിങ്ങനെയായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഫോർ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നത്. എപ്പോഴും ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് ഫോറൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു. അതും വേണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇത് ഹാലോവിൻ ടൈമിൽ ഞാൻ ഇങ്ങനെ കുറേ പംകിനും മഷ്റൂം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോഴും ഫോയറിൽ വെക്കുന്നത്. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എപ്പോഴും ഈ ഫോയർ വെക്കും. ഫോയർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മെയിൻ ഒരു സ്പേസിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഒരു ചെറിയൊരു സ്പേസ്. അവിടെ നിന്നാണ് നമ്മൾ ഒരിടത്തുനിന്ന് വേറെത്തേക്ക് പോകുന്ന പോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ചെറിയൊരു പോർഷനെയാണല്ലോ ഫോയർ എന്ന് പറയുന്നത്. അത് ഞാൻ ഫോയർ എന്താണെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുക്കാം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആഡ് ഓൺ വെക്കുക. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഗ്ലാസ്സൊക്കെ കാര്യങ്ങൾ തന്നെ. ഇതൊക്കെ ഏറെക്കുറെ ഇവിടെയൊക്കെയുള്ള നമ്മളെപ്പോഴും ഈ ഫോയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വരുന്നതാണല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് കാണുമ്പോൾ അവർ തന്നെയല്ല നമുക്ക് തന്നെ കാണുമ്പോൾ എപ്പോഴും വാം വെൽക്കം ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ. ഇതൊക്കെ എൻ്റെ നേരത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പം ബാക്കി ഉള്ളത് അതേപോലെ നിലനിർത്തിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക എന്നുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും കുറേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അതിന് പോകെ ഞാനൊരു വീഡിയോയിൽ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എങ്ങനെയൊക്കെയാണ് ഞാനിത് ഓരോ കാര്യങ്ങൾ ഹാൻഡ് മെയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ. അത് ഞാൻ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഞാൻ കൂടുതലും ഈ ബുദ്ധയുടെ സ്റ്റാച്ചു ഇങ്ങനെ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ സറൗണ്ടിങ്സായിട്ട് ചെയ്യാറാണ് ശ്രമിക്കാറുള്ളത്. അതൊരു ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഏതു റൂമിനുള്ളിലാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി നീറ്റായി വെക്കാൻ അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് തരുന്നത്. അതിനൊരു പ്രത്യേക സീസൺ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മളതിനെ നീറ്റാക്കി വൃത്തിയാക്കി വെക്കുക. ചിലപ്പം നമുക്ക് നല്ലൊരു ഷീറ്റോ ഒരു ഷീറ്റിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ നമ്മൾ പണ്ട് ഉപയോഗിച്ച നല്ല ഷോളുകളൊക്കെ കാണാം. അങ്ങനെ എന്ത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങനെയാണ് ഞാൻ അവസാനം ചെയ്തിരിക്കുന്നത്. അത്ര വലിയ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചായിട്ട് വെക്കുന്നതും എനിക്കിഷ്ടമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിങ്ങനെ വെച്ചിട്ട് അതിനെ നീറ്റാക്കി എടുക്കുന്ന ആ ഒരു ഇഷ്ടമാണ് എനിക്കെപ്പോഴും ഉള്ളത്. പിന്നെ ചില സമയത്ത് ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫ്ലവറോ അതായത് നമ്മുടെ വാങ്ങുന്നുണ്ട് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എപ്പോഴും ഒന്നുമില്ല, പറ്റുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ആകെ വെച്ചപ്പോൾ സെറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. ബാക്കി മേക്ക് ഓവർ വീഡിയോസ് നമുക്കിനി അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.